ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത് 4ാം ക്ലാസ് തജ്വീദുൽ ഖുർആൻ ചോദ്യപേപ്പർ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ വായിക്കാം, ഉത്തരങ്ങൾ മനസ്സിലാക്കാം. ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ ഞാൻ 3 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഒരു ക്ലാസ്സിൻ്റെ 3 ക്വസ്റ്റ്യനിലും മുക്കാൽ ഭാഗവും ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നത്. അത് ചിലപ്പോൾ ചോദ്യം തിരിച്ചായിരിക്കും വന്നത്, അല്ലെങ്കിൽ ഉത്തരമായിരിക്കും ചോദ്യമായി വന്നത്. അങ്ങനത്തെ രീതിയിലുള്ളതാണ് കൂടുതൽ ചോദ്യങ്ങൾ. അപ്പോൾ ഈ കിട്ടുന്ന ഉപകാരം എല്ലാവരും മാക്സിമം ഉപകാരപ്പെടുത്തുക. അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. ഉപകാരപ്പെടുത്തി മാക്സിമം എല്ലാവരും പഠിക്കുക. പിന്നെ പറയാനുള്ളത്, എനിക്ക് ഈ വീഡിയോ ഇടാനൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഓരോ കുട്ടികളെ വിളിച്ച് അവരെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ, അപ്പോൾ ഒരുപാട് പേര് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറല്ലേ എടുത്തു വെക്കുന്നവരൊന്നും ഇല്ല. കുട്ടികൾ എവിടെ വെച്ചതെന്നറിയില്ല. അങ്ങനത്തെ ഒരുപാട് റിപ്ലൈ ആണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഒരുപാട് പേരെ ചോദിച്ചിട്ടാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ലഭിച്ച് വീഡിയോ ചെയ്യുന്നത് എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ ഒരുപാട് പേര് കണ്ടിട്ടും വ്യൂസൊക്കെ ലഭിച്ചിട്ടും ആരും തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ മുതിരുന്നില്ല. അപ്പോൾ എനിക്കൊരു സങ്കടം, ആർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലേ എന്നൊക്കെ ഉള്ളൊരു സങ്കടം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്തില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കാതെ. ഞാൻ എൻ്റെ വീഡിയോയിൽ ചുരുക്കം ചിലതിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ പറയും. അത് എല്ലാ വീഡിയോയിലും നിങ്ങൾ കേൾക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ നല്ല വശവും ചീത്ത വശവും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യങ്ങൾ 1 മുതൽ 5 വരെ കോളത്തിൽ അടയാളപ്പെടുത്താനാണ്. കോളത്തിൽ ശരിയുള്ളത് അടയാളപ്പെടുത്താനാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. സാക്കിനായ നൂനിനെ ഇക്ലാബ് ചെയ്തതിന് ഉദാഹരണം. സാക്കിനായ നൂനിനെ ഇക്ലാബ് ചെയ്തതിന് ഉദാഹരണം ഏതാണെന്ന് ഇവിടെ 3 കള്ളിയിൽ 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. ആദ്യം നമുക്ക് ഇക്ലാബ് എന്താണെന്ന് പറയാം. എന്താണ് ഇക്ലാബിന്? ഒരേ ഒരു അക്ഷരമേ ഉള്ളൂ. സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ആ അക്ഷരം വന്നാൽ മാത്രമാണ് ഇക്ലാബ്. ഏതായിരുന്നു അക്ഷരം? ബാ. അപ്പോൾ നമുക്ക് സാക്കിനായ നൂനിൻ്റെ ശേഷം, ഇവിടെ സാക്കിനായ നൂനിനെ ഇക്ലാബ് ചെയ്ത്, അപ്പോൾ സാക്കിനായ നൂനിൻ്റെ ശേഷം ബാ വന്നത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എന്താണ്? ഫീ അംഫുസിഹിം. ഫീ അംഫുസിഹിം. അപ്പോൾ ഇവിടെ എന്താണ്? സാക്കിനായ നൂനിന് ശേഷം ഫാ ആണ് വന്നത്. ഫാ. അപ്പോൾ അതേതായിരുന്നു അക്ഷരം? എന്തിൻ്റെ അക്ഷരമായിരുന്നു? ഇഹ്ഫാഇൻ്റെ അക്ഷരമാണ്. സാക്കിനായ നൂനിന് ശേഷം ഫാ വന്നാൽ ഇഹ്ഫ ആണ്. നമുക്ക് ഇക്ലാബല്ല വേണ്ടത്. അപ്പോൾ മിംബഅദി, എന്താ സാക്കിനായ നൂനിന് ശേഷം ബാ വന്നു. പിന്നെ ഇക്ലാബിന് ഒരു മീമായിട്ട് മറിച്ച് മണിക്കുക ഇക്ലാബ്. അപ്പോൾ അവിടെ മീം, ഇതിൻ്റെ മുകളിൽ ചെറിയ മീമും കാണാം. അപ്പോൾ അതാണ് നമ്മൾ ഇക്ലാബായി മനസ്സിലാക്കേണ്ടത്. സാക്കിനായ നൂനിനെ മീമായി മറിച്ച് മണിക്കുകയാണ് ചെയ്യുന്നത് ഇക്ലാബ് എന്നാൽ. അപ്പോൾ മിംബഅദി, ഇതാണ് ഇക്ലാബ്, സാക്കിനായ നൂനിനെ ഇക്ലാബ് ചെയ്തതിന് ഉദാഹരണം. ഇവിടെ മിൻ അംഫുസിഹിം, ഇവിടെ വീണ്ടും സാക്കിനായ നൂനിന് ശേഷം ഹംസയാണ് വന്നത്. ഹംസ. സാക്കിനായ നൂനിന് ശേഷം ഹംസ വന്നാൽ ഇൽഹാറാണ്, വെളിവാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഇക്ലാബ് മിംബഅദി, അതാണ് ഉത്തരം. അടുത്തത് നോക്കൂ. അടുത്ത ചോദ്യം തൻവീനിനെ കസറുള്ള നൂനാക്കി ഓതി. തൻവീനിനെ കസറുള്ള നൂനാക്കി ഓതി. അതിന് ഉദാഹരണം ഏതാണ്? എന്താണ് കസർ? കസർ എന്ന് പറഞ്ഞാൽ അടിയിൽ, നൂനിന് അടിയിലാണ് വര വരിക. അപ്പം നി.
അപ്പോൾ തൻവീനിനെ കസറുള്ള നൂനാക്കി ഓതിയതിന് ഉദാഹരണം ഇവിടെ ആദുൽ മുർസലീൻ, ആദുനിൽ മുർസലീൻ എന്നാണ് ഇത് വരിക. ആദുൻ മുർസലീൻ. അപ്പോൾ ഇത് നമ്മൾ ഓതുമ്പം ആദുനിൽ മുർസലീൻ, ആദുനിൽ മുർസലീൻ. അപ്പോൾ ഇവിടെ തൻവീനിനെ നമ്മൾ കസറാക്കി ഊതി. മനസ്സിലായില്ലേ? അടുത്തത് നോക്കൂ, തോയ്ഫത്തം മിൻകും. അവിടെ തൻവീന് ശേഷം മീമാണ് വന്നത്. അപ്പോൾ എന്താണത്? തൻവീനുകൾക്ക് ശേഷമുള്ള അക്ഷരം, തൻവീനിന് ശേഷമുള്ള അക്ഷരം, അതിന് അക്ഷരങ്ങൾക്ക് സുക്കൂനായാലാണ് തൻവീനിനെ നൂനാക്കി കിസറുള്ള നൂനാക്കിയിട്ട് ഓതുന്നത്. തൻവീന് ശേഷമുള്ള അക്ഷരം ഇവിടെ ആദുനിൽ ഈ ലാമിന് സുക്കൂന് വന്നു, കണ്ടില്ലേ? ഈ കെട്ടിനാണ് സുക്കൂന്. അപ്പോൾ ഈ മുൻപുള്ള തൻവീനിനെ നമ്മൾ കിസറുള്ള നൂനാക്കിയിട്ടാണ് ഓതുക. ഇവിടെ അക്ഷരത്തിൽ സുക്കൂനില്ല, അടുത്ത അക്ഷരത്തിൽ. ഇവിടെ കലിമത്തൻ തഹ്റുജ്, അതിലും അടുത്ത അക്ഷരത്തിൽ സുക്കൂനില്ല. അപ്പോൾ ഇതിൽ വന്നത് ഇത് മാത്രമാണ്, ആദുനിൽ മുർസലീൻ എന്നാണ് നമ്മൾ ഇത് ഓതുക. അങ്ങനെ വരുമ്പോൾ അടുത്ത അക്ഷരത്തിന് കലിമത്തിൽ അടുത്ത അക്ഷരത്തിൽ സുക്കൂന് വന്നാൽ ഈ തൻവീനിനെ നമ്മൾ കസറുള്ള നൂനാക്കിയിട്ട് ഉച്ചരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ അത് മനസ്സിലാക്കല്ലേ. എന്തായിരുന്നു തൻവീന്? എന്തായിരുന്നു? കലിമത്തുകളുടെ അവസാനത്തിൽ ഉച്ചാരണത്തിൽ വരുന്നതും എഴുത്തിൽ കാണാത്തതുമായ സുക്കൂനുള്ള നൂന് തന്നെയാണ് തൻവീന്. ഇവിടെ ആദുന്നുള്ളതിന് തൻവീനെ നമ്മൾ കലിമത്തിൽ തൻവീന് നമ്മൾ ഉച്ചാരണത്തിൽ നൂനായിട്ട് വരുന്നു. അപ്പോൾ അതാണ് തൻവീന്. അടുത്തത് നോക്കൂ, മൂന്നാമത്തെ ചോദ്യം. അലൈഹിം ബി മുസൈത്തിർ, അലൈഹിം ബി മുസൈത്തിർ എന്നതിലെ സാക്കിനായ മീമിനെ എന്താ ചെയ്തത്? ഇവിടെ അലൈഹിം ബി മുസൈത്തിർ, സാക്കിനായ മീമിന് ശേഷം ബാ വന്നു. സാക്കിനായ മീമിന് ശേഷം ബാ വന്നു. സാക്കിനായ മീമിൻ്റെ വിധികൾ എന്തൊക്കെയാണ്? സാക്കിനായ മീമിന് 3 ഹുക്കുമുകളാണുള്ളത്, 3 വിധിയാണുള്ളത്. സാക്കിനായ മീമിന് ശേഷം ഏതൊക്കെ അക്ഷരങ്ങൾ വന്നാലാണ്? 3 വിധികൾ: ഇദ്ആം, ഇഖ്ഫാ, ഇൽഹാർ. സാക്കിനായ മീമിന് ശേഷം അക്ഷരങ്ങൾ വരുമ്പോൾ 3 വിധികളാണ്. ഒന്ന് ഇദ്ആം, ഇഖ്ഫാ, ഇൽഹാർ. എന്താണ്? സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ആം ചെയ്യണം. സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ആം ചെയ്യണം. അപ്പോൾ ഇവിടെ സാക്കിനായ മീമിന് ശേഷം ബാ ആണ് വന്നത്. അപ്പോൾ ഇഖ്ഫാ അല്ല, ഇദ്ആമല്ല. സാക്കിനായ മീമിന് ശേഷം ബാ വന്ന ഇദ്ആമല്ല. മീമിന് ശേഷം മീമ് വന്നാലാണ് ഇദ്ആം. അടുത്തതോ, മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ. മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ. അപ്പോൾ നമുക്കിതിൻ്റെ വിധി, സാക്കിനായ മീമിൻ്റെ വിധി ഇഖ്ഫാ ആണ്. അപ്പോൾ നമുക്കവിടെ ഇഖ്ഫായിൽ ശരിയാക്കി കൊടുക്കാം. ഇവിടെ ഇൽഹാർ ചെയ്യണം, ഇദ്ആം ചെയ്യണം, ഇഖ്ഫാ ചെയ്യണം എന്നാണ്. അപ്പോൾ സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ആണ്. സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ആമും, ബാ വന്നാൽ ഇഖ്ഫാവും. മറ്റുള്ള അക്ഷരങ്ങൾ വന്നാൽ, ഈ മീമും ബാവും ഒഴിച്ച് മറ്റുള്ള അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാറുമാണ് ചെയ്യേണ്ടത്. അപ്പം അത് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം നോക്കൂ. 7 ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദിൻ്റെ ഉദാഹരണം. 7 ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ് ഏതാണ്? മദ്ദുൽ മുത്തസ്സിൽ. 7 ഹർക്കത്ത്, 3.5 അലിഫിൻ്റെ കദർ, 3.5 അലിഫിൻ്റെ കദർ, 7 ഹർക്കത്ത്. മദ്ദുൽ മുത്തസ്സിൽ. അപ്പം അതിൻ്റെ ഉദാഹരണം നമുക്ക് നോക്കാം ഏതാണെന്ന്. അപ്പോൾ ഉദാഹരണത്തിൽ യൊഴത്തീക്ക ഇവിടെ നീട്ടുന്നത് എന്തുകൊണ്ടാണ്? കസറിനെ യാ കൊണ്ട് നീട്ടുന്നു. അപ്പോൾ ഇത് മദ്ദുൽ അസ്ലിയാണ്. മദ്ദുൽ അസ്ലി. ഈ അക്ഷരത്തെ ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രമാണ് നമ്മൾ നീട്ടുന്നത്. അപ്പോൾ അത് മദ്ദുൽ അസ്ലി. അടുത്തത് നോക്കൂ, വലം യംസസ്നി. ഇവിടെയും
നീ, അതിന് ആവശ്യമായ രീതിയിൽ നീട്ടാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും മദ്ദുൽ അസ്ലിയാണ്. അടുത്തത് നോക്കൂ, വനിസാ അക്കും. വനിസാ അക്കും. ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം അംസ വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അംസ വന്നു. അങ്ങനെ വരുന്നതാണ് എന്ത്? മദ്ദുൽ ഫർഇ. ഫർഇ ഇങ്ങനെ കൂടുതൽ നീട്ടണം. അത് 7 ഹർക്കത്ത്. ആ ഫർഇയിൽ നിന്നാണ് നമ്മൾ പിന്നെ 5 നിയമങ്ങൾ പഠിക്കുന്നത്. ഫറയിൽ നിന്നാണ് നമ്മൾ 5 നിയമങ്ങൾ പഠിക്കുന്നത്. മദ്ദുൽ മുത്തസിൽ, മദ്ദുൽ മുൻഫസിൽ, മദ്ദുൽ ലാസിം, മദ്ദുൽ ആരിൽ, മദ്ദുൽ ലീൻ. അപ്പോൾ ഇവിടെ 7 ഹർക്കത്ത് നീട്ടേണ്ടത് ഉദാഹരണമായിട്ട് ഇതാണ്. വനിസാ അക്കും. ഇവിടെ മുത്തസിൽ മുൻഫസിൽ ഒന്നല്ല ചോദിച്ചത്, 7 ഹർക്കത്ത് നീട്ടുന്നതിന് ഉദാഹരണം ഇതാണ്. ഇത് മദ്ദുൽ അസ്ലി, മദ്ദുൽ ഫർഇ. ഫർഇയിലെ നിയമ ഒരേ കലിമത്തിലല്ല. നിസാ അക്കും ഒരേ കലിമത്തിലാണ് ഇത് വരുന്നതെങ്കിൽ മുത്തസിലും, ഇത് 2 കലിമത്തിലായിട്ടാണ് വന്നത്. നിസാ ഒരു കലിമത്തും, അക്കും അടുത്ത കലിമത്തും. അപ്പോൾ അതാണ് മുൻഫസിൽ. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ 7 ഹർക്കത്ത് നീട്ടേണ്ടത് ഇതാണ്. അപ്പോൾ അതിലാണ് ഇത് അടയാളം കൊടുത്തേണ്ടത്. അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യം, മദ്ദക്ഷരത്തിനു ശേഷം അടുത്ത കലിമത്തിൽ ഹംസ വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൽ ഹംസ വന്നു. അതിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടെത്തണം. ലാ ഉക്സിമു, ഇദാ ജാഅ, അതാഅൻ. അപ്പം മദ്ദക്ഷരം, ഇവിടെ മദ്ദുള്ള അക്ഷരം ഏതാണ്? ലാ ഉക്സിമു. ലാ എന്നതിലാണ് മദ്. ലാ ഒരു കലിമത്ത്, ഉക്സിമു വേറൊരു കലിമത്ത്. അപ്പോൾ ലാ ഉക്സിമു ഇതിലാണ് മദ്. അടുത്ത അക്ഷരമായ ഉക്സിമിലാണ് ഹംസ വന്നത്. ഹംസ വന്നത്. അപ്പോൾ മദ്ദക്ഷരത്തിൻ്റെ അടുത്ത കലിമത്തിൽ ഹംസ വന്നതിന് ഉത്തരം ഉദാഹരണം ശരിയായത് ഇതാണ്. ലാ ഉക്സിമു ആണ്. അപ്പോൾ നമുക്കിതിൽ അടയാളപ്പെടുത്തിയ അടുത്ത അക്ഷരങ്ങൾ നോക്കൂ. ഇദാ ജാ, ഇദാ ജാ. ഇത് ജാ എന്നുള്ളത് ഒരു കലിമത്താണ്. അപ്പം മദ്ദക്ഷരവും അത് തന്നെ, ഹംസയും അതിൽ തന്നെ വന്നത്. അപ്പം അതെന്താണ്? മദ്ദുൽ അസ്ലിയാണ്. അസ്ലി എന്താണത്? ഒരേ കലിമത്തിൽ ഹംസ വന്നത് എന്താണ്? മുത്തസിലാണ്. മുത്തസിൽ. ഇത് രണ്ടും ഒരേ കലിമത്തിലാണ് വന്നത്. അതാഅൻ ഒരു കലിമത്ത്, ഇദാ ജാ അതൊരു കലിമത്ത്. അപ്പോൾ എന്താണ്? മുത്തസിലാണ്. മുത്തസിലായതാണ്. ഇത് മുൻഫസിൽ 2 കലിമത്ത് വന്ന്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഉദാഹരണമാണ് മദ്ദക്ഷരത്തിൻ്റെ അടുത്ത കലിമത്തെ ഹംസ വന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം. അടുത്തത് നോക്കൂ, ചേരുംപടി ചേർക്കാനാണ്. ഞാൻ ഓരോ ചോദ്യം വലിച്ചു നീട്ടുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പറയണം കേട്ടോ. ഇത് ഞാനതിൻ്റെ ഉദാഹരണം കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലേക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. അടുത്തത് ഇഖ്ഫാഉ തൻവീൻ. ഇഖ്ഫാഉ തൻവീന് ഉദാഹരണം ഇതിൽ നിന്ന് കാണണം. അപ്പോൾ ഏതാണ്? ജുനാഹുൻ ഫീമ. തൻവീന് ശേഷം ഫാ വന്നു. അപ്പോൾ ഇഖ്ഫാ ആണ്. തൻവീനിന് ശേഷം ഫാ ഇഖ്ഫായിൻ്റെ അക്ഷരം. അപ്പോൾ നമുക്കത് ബി എഴുതാം. ബി ഇവിടെ എഴുതി കൊടുക്കാം. അടുത്ത ഇക്ലാബു തൻവീന്. തൻവീന് കൊണ്ട് ഇക്ലാബായത്. തൻവീന് കൊണ്ട് ഇക്ലാബായത് ഇതാ അലീമും ബിദാത്ത്. അലീമുൻ തൻവീന്, മീമിന് ശേഷം ബാ വന്നു. അലീമും ബിദാത്ത് കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ ഡി വടി എഴുതാം. അടുത്ത ഇൽഹാറു തൻവീൻ. തൻവീനിന് ശേഷം തൻവീന് കൊണ്ട് ഇൽഹാറായത്. ഇൽഹാറിൻ്റെ അക്ഷരം വരും തൻവീനിന് ശേഷം. തൻവീനിന് ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഏതായിരുന്നു? 6 അക്ഷരങ്ങൾ. ഹംസ, ഹാ, ഐന്, ഹാ, ഹാ. അപ്പോൾ ഇവിടെ അലീമുൻ ഹലീം ഹാ വന്നു. തൻവീനിന് ശേഷം ഹാ. അപ്പോൾ നമുക്കവിടെ എ എഴുതി കൊടുക്കാം.
അടുത്ത ഇദ്ഗാമും മീമി സാക്കിന. സാക്കിനായ മീമ് കൊണ്ട് ഇദ്ഗാമായത്. ഏതാണ്? മീമിനോട് ചേർന്ന് മീമ് വന്നു. മീമിനോട് ചേർന്ന് മീമ് വന്നുണ്ടല്ലേ? സാക്കിനായ മീമിനോട് ചേർന്ന് മീമ് വന്നാൽ ഇദ്ഗാം. സാക്കിനായ മീമിനോട് ചേർന്ന് മീമ് വന്നാൽ ഇദ്ഗാം. അപ്പോൾ അതിൻ്റെ സി നമുക്കിവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് അത് തന്നെയാണ്, ചേരുംപടി ചേർക്കാനാണ്. മദ്ദുൽ മുത്തസിലിന് ഉദാഹരണം. മദ്ദുൽ മുത്തസിലിന് ഉദാഹരണം എന്താണ്? മദ്ദസ്വരം ഹംസയും ഒരേ കലിമത്തിൽ. അപ്പോൾ ഇതാ അബ്നാഅക്കും. അതൊരു കലിമത്താണ്. നൂൻ മദ്ദസ്വരമായ നൂനിന് ശേഷം അതേ കലിമത്തിൽ ഇതവിടെ ഹംസ വന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഡി നമുക്കിവിടെ എഴുതാം. അടുത്ത മദ്ദുൽ മുൻഫസിലാണ്. മുൻഫസിലിന് ഉദാഹരണം. മുൻഫസിലിന് എന്തായിരുന്നു? 2 കലിമത്താണ്. മദ്ദസ്വരത്തിന് ശേഷം അടുത്ത കലിമത്തിലാണ് ഹംസ വരേണ്ടത്. അൻശഅഹ അവ്വല. ഇവിടെയാണ് മദ്ദസ്വരം. ഹായിനാണ് മദ്. അടുത്ത കലിമത്ത് അവ്വല ഹംസ വന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇതിന് ഉദാഹരണം. അതിൻ്റെ സി നമുക്കിവിടെ എഴുതാം. അടുത്ത മദ്ദുൽ ലാസിം എന്തായിരുന്നു? മദ്ദുൽ ലാസിം എന്താണ്? മദ്ദസ്വരത്തിന് ശേഷം അടുത്ത അക്ഷരം, മദ്ദസ്വരത്തിന് ശേഷം അടുത്ത അക്ഷരം സദ്ദോട് കൂടി വരണം. മദ്ദസ്വരത്തിന് ശേഷം അടുത്ത അക്ഷരം സദ്ദോട് കൂടി. ഈ സദ് എങ്ങനെ ഉണ്ടാവുന്നതാണ്? സുക്കൂനുള്ള ഒരക്ഷരവും ഹറക്കത്തുള്ള ഒരക്ഷരവും കൂടി ചേരുമ്പോഴാണ് സദ്ദുള്ള അക്ഷരം ഉണ്ടാവുന്നത്. സുക്കൂനുള്ള ഒരക്ഷരവും ഹർക്കത്തുള്ള ഒരക്ഷരവും കൂടി ചേരുമ്പോഴാണ് ഈ സദ് ഉണ്ടാവുന്നത്. അതാണ് മദ്ദുൽ ലാസിം. അപ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? മദ്ദക്ഷരം ഇവിടെ സോ അലിഫ് കൊണ്ട് നീട്ടുന്നു. അതിനോട് ചേർന്ന അടുത്ത അക്ഷരം സദ് വരണം. അപ്പോൾ അതാണ് ലാസിം. മനസ്സിലായില്ല? അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ സുക്കൂന് വന്നാൽ കൂടുതൽ നീട്ടണം. അതാണ് ഇവിടെ വരുന്നത് മദ്ദുൽ ലാസിം. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ ബി ആണ് അവിടെ എഴുതേണ്ടത്. അടുത്ത മദ്ദുൽ അസ്ലി എന്താണ്? അലിഫ് കൊണ്ട് നീട്ടുക. അസ്ഹാബു ഉണ്ടല്ലേ? അസ്ഹാബു ഹായിനെ അലിഫ് കൊണ്ട് നീട്ടി. ഇതിന് ആവശ്യമായ ഉച്ചാരണത്തിന് ആവശ്യമായ സമയം നീട്ടുന്നതിനാണ് അസ്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉച്ചാരണത്തിന് ആവശ്യമായ സമയം അസ്ഹാബ് അത് നീട്ടി. അതാണ് മദ്ദുൽ അസ്ലി. അപ്പോൾ അതിൻ്റെ എ നമുക്കിവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞു തന്ന് ഇന്നത്തെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തത് സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ബാക്കി ഭാഗം ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ഒന്നും കൂടി പറയാം, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ നീളുന്നുണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഒക്കെ ഫീഡ്ബാക്കായിട്ട് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.